മലബാറുകാരുടെ സ്പെഷ്യൽ സ്നാക്കാണ് ഉന്നക്കായ. അപ്പോൾ ഇന്ന് നമുക്ക് ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കുറച്ചൊന്ന് പഴുത്തിട്ടുണ്ട്, പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് പഴുപ്പ് കുറഞ്ഞതാണ്. ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടൊന്നും വെന്ത് പോവരുത്, അപ്പോൾ കുറച്ചൊന്ന് പാകത്തിന് വേവിച്ചെടുക്കുക. അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് ആവശ്യമുള്ള ഇത് തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു 4 കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മധുരം വേണമെന്നുള്ളതിന് ആവശ്യത്തിനുള്ള മധുരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പിന്നെ ഇനി മധുരം ഇടൂല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. പിന്നെ ഒരു പാനിലേക്ക് നെയ്യ്, ഒരു 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലാണെങ്കിൽ ഓയിലും എടുക്കാം. ഇനി കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി റേസിൻസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആയി വന്നതിന് ശേഷം നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാടങ്ങ് വറുത്തൊന്നും പോകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോഴിമുട്ട ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കോഴിമുട്ട ഒഴിച്ചിട്ട് ഇതൊന്നും കൂടെ നമ്മൾ ഈ ബുർജി ഉണ്ടാക്കൂല, എഗ് ബുർജി, അതിൻ്റെ ഒരു ടെക്സ്ചറാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒന്ന് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടോ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ കരിയാതെ നോക്കുക. ഇതൊക്കെ ഈ കോഴിമുട്ടൊക്കെ ഒന്ന് വേറിട്ട് വരുന്നത് വരെ, സ്റ്റിക്കി അല്ലാതെ വേറിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ പഴം നമ്മളൊന്ന് പുഴുങ്ങി വെച്ചത് തോലൊക്കെ കളഞ്ഞിട്ട് ഒരു പൊട്ടാറ്റോ സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൈ ഉപയോഗിച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിലെടുക്കുക. ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് എടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഇതേ ഒന്ന് പരത്തിയെടുക്കാം. കയ്യിലടിച്ചിട്ടൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പൊ നിങ്ങൾ ഉന്നക്കായക്ക് എത്ര ഷേപ്പ് വേണോ അതിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഉന്നക്കായന്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ്. അപ്പൊ ഷേപ്പിലേക്ക് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഈ ഫില്ലിങ്സ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഴം എടുത്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. പഴം ഒരുപാട് അങ്ങ് പഴുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അത് കുറച്ചൊന്ന് പഴുത്തത് കൊണ്ടാണ്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉന്നക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉന്നക്കായ ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഈ ഉന്നക്കായയുടെ എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് ആക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പൊട്ടുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ള എല്ലാ ഉന്നക്കായും ഇതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ എണ്ണയിൽ വെച്ചാൽ മതി, വല്ലാതെ കരിഞ്ഞൊന്നും പോണ്ട. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. ഇനി എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ആയതൊക്കെ റെഡി ആയതൊക്കെ ഒന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം എന്തായാലും നമ്മളെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ.